അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പൊന്നുമക്കൾക്കെല്ലാവർക്കും സുഖമാണോ? എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചാണോ മദ്രസയിലേക്ക് വന്നത്? മാഷാ അല്ലാ. എന്തായിരുന്നു ഇന്നത്തെ ഭക്ഷണം? പത്തിരിയാണോ? ദോശയാണോ? മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരെന്താ? ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, മര്യാദ. അറബിയിൽ നമ്മളതിനെ അദബ് എന്നു പറയും. നല്ല കുട്ടികൾ എപ്പോഴും നല്ല അദബുള്ളവരായിരിക്കും. ഉപ്പാനോടും ഉമ്മാനോടും ഉസ്താദുമാരോടും കൂട്ടുകാരോടുമൊക്കെ നല്ല അദബിലല്ലേ നമ്മൾ പെരുമാറേണ്ടത്? ഇന്ന് ഉസ്താദ് നിങ്ങൾക്കൊരു അടിപൊളി കഥ പറഞ്ഞു തരാൻ പോകുകയാണ്. പണ്ട് നടന്ന ഒരു യഥാർത്ഥ കഥ. എല്ലാവരും നല്ല കുട്ടികളായി ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ? ഒരിക്കൽ നബി തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വലിയൊരു പാത്രത്തിലാണ് ഭക്ഷണം. നബി തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേറെ ഒരാൾ കൂടിയുണ്ട്. ആരാണെന്നറിയാമോ? ഉമർ എന്നു പേരുള്ള ഒരു ചെറിയ കുട്ടി. ഒമർ ബിൻ അബീ സലമ എന്നാണ് ആ കുട്ടിയുടെ മുഴുവൻ പേര്. നിങ്ങളെപ്പോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്രയും പ്രായമുള്ള ഒരു ചെറിയ മോൻ. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നബി തങ്ങൾ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചത്. ആ മോൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ വലിയ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവൻ വാരി വലിച്ച് കഴിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ളത് കഴിക്കാതെ പാത്രത്തിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുമൊക്കെ അവനിങ്ങനെ വാരി വാരി കഴിക്കുകയാണ്. നമ്മളങ്ങനെ തിന്നാൻ പാടുണ്ടോ? ഇല്ല. അതു കണ്ടപ്പോൾ നബി തങ്ങൾക്ക് ദേഷ്യം വന്നോ? നബി തങ്ങൾ ആ മോനെ വഴക്കു പറഞ്ഞോ? ഇല്ല, നബി തങ്ങൾ ആരെയും വഴക്കു പറയില്ല. നബി തങ്ങൾ വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ആ മോനെ വിളിച്ചു, മോനെ ഉമർ. എന്നിട്ട് ആ മോന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 വലിയ മര്യാദകൾ നബി തങ്ങൾ പഠിപ്പിച്ചുകൊടുത്തു. ഒന്നാമത്തെ കാര്യം, നബി തങ്ങൾ പറഞ്ഞു, മോനെ, ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ബിസ്മി ചൊല്ലുക. മക്കള് പറ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് എന്താ പറയുക? ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നമ്മുടെ കൂടെ വന്ന് പിശാചും കഴിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ബിസ്മി ചൊല്ലണം. രണ്ടാമത്തെ കാര്യം, നബി തങ്ങൾ പറഞ്ഞു, വലതുകൈ കൊണ്ട് കഴിക്കുക. മക്കളുടെ വലതുകൈ എവിടെ? എല്ലാവരും വലതുകൈയൊന്ന് പൊക്കിയേ. അതെ, മിടുക്കന്മാർ. ഈ കൈകൊണ്ടേ നമ്മൾ എപ്പോഴും ചോറ് കഴിക്കാനും വെള്ളം കുടിക്കാനും പാടുള്ളൂ. ഇടതുകൈകൊണ്ട് പിശാചാണ് ഭക്ഷണം കഴിക്കുക. മൂന്നാമത്തെ കാര്യം, നബി തങ്ങൾ പറഞ്ഞു, നിന്റെ തൊട്ടടുത്തുനിന്ന് മാത്രം കഴിക്കുക. അതായത് നമ്മുടെ മുന്നിലുള്ള ഭാഗത്തു നിന്ന് വേണം നമ്മൾ കഴിക്കാൻ. മറ്റുള്ളവരുടെ മുന്നിൽ പോയി വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. നബി തങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ കേട്ടപ്പോൾ ഉമർ എന്ന ആ മോന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ നബി തങ്ങളോട് പറഞ്ഞു, ഇനി ഞാൻ എപ്പോഴും ഈ മര്യാദകൾ പാലിച്ചേ ഭക്ഷണം കഴിക്കൂ. പിന്നീടവൻ വലുതായപ്പോഴും ആ മര്യാദ മറന്നില്ല. എന്റെ പൊന്നുമക്കൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള 3 മര്യാദകൾ എന്തൊക്കെയാ? 1. ബിസ്മി ചൊല്ലണം. 2. വലതു കൈകൊണ്ട് കഴിക്കണം. 3. നമ്മുടെ മുന്നിൽ നിന്ന് മാത്രം കഴിക്കണം. മാഷാ അല്ലാ. അപ്പോ ഇന്ന് വീട്ടിൽ പോയി ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും എന്റെ മക്കൾ ഓർക്കണം. ഉമ്മാക്ക് ഇത് പറഞ്ഞുകൊടുക്കണം.